നിത AI ക്യാമറയിൽ വീണ്ടും മുടക്കുകയാണ് കെൽട്രോണും സർക്കാരും. ചലാനുകളുടെ എണ്ണം 25 ലക്ഷം കടന്നാൽ പിഴ നോട്ടീസിന് പണം തന്നേ തീരുവെന്നാണ് കെൽട്രോണിന്റെ നിലപാട്. പണം ആവശ്യപ്പെട്ട് കെൽട്രോൺ സർക്കാരിന് കത്ത് നൽകി. എന്നാൽ ഇക്കാര്യം കരാറിലില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ വാദം. കഴിഞ്ഞ ജൂൺ മുതലാണ് AI ക്യാമറ വഴിയുള്ള നിയമലംഘനങ്ങൾക്ക് ചെല്ലാൻ അയച്ചു തുടങ്ങിയത്. പ്രതിവർഷം 25 ലക്ഷം ചെല്ലാനുകൾ അയക്കുമെന്നായിരുന്നു സർക്കാരും കെൽട്രോണും തമ്മിലുള്ള ധാരണ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കെൽട്രോണും ഗതാഗത കമ്മീഷണറും തമ്മിൽ കരാർ ഒപ്പിട്ടത്. ഈ ആഴ്ച കഴിയുമ്പോൾ കെൽട്രോൺ അയക്കുന്ന ചെല്ലാനുകളുടെ എണ്ണം 25 ലക്ഷം കടക്കും. ഇനിയും തുടരണമെങ്കിൽ ഒരു ചെല്ലാൻ 20 രൂപ വെച്ച് സർക്കാർ നൽകണമെന്നാണ് കെൽട്രോണിന്റെ ആവശ്യം. എന്നാൽ കരാറിൽ എത്ര ചെല്ലാനെന്നോ ചെലവ് സംബന്ധിച്ചോ കൃത്യമായി പറയുന്നില്ല. ഈ കരാറിന്റെ പിൻബലത്തിലാണ് കെൽട്രോണിന്റെ ആവശ്യം സർക്കാർ തള്ളുന്നത്. 3 മാസത്തിലൊരിക്കൽ ക്യാമറയ്ക്ക് ചെലവായ തുകയുടെ ഗഡുക്കൾ നൽകണമെന്ന് കരാറിൽ പറയുന്നുണ്ട്. അഴിമതി ആരോപണത്തിൽ കേസ് ഹൈക്കോടതിയിലെത്തിയതിനാൽ 3 ഗഡു നൽകേണ്ട സ്ഥാനത്ത് 1 ഗഡു മാത്രമേ നൽകിയിട്ടുള്ളൂ. ചെല്ലാൻ അയക്കുന്നില്ലെങ്കിൽ SMS അയച്ച് പിഴ ഈടാക്കാനാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം. 250 കോടിയുടെ നിയമലംഘനങ്ങളാണ് ഇതേവരെ പരിശോധിച്ചത്. എന്നാൽ പിരിഞ്ഞു കിട്ടിയതാകട്ടെ 52 കോടി മാത്രം. ചെല്ലാൻ അയച്ചിട്ടും ഇത്ര മാത്രമേ പിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂവെങ്കിൽ SMS മാത്രമാകുമ്പോൾ പിഴയടയ്ക്കുന്നത് വീണ്ടും കുറയുമെന്നും മോട്ടോർ വാഹന വകുപ്പ് വിലയിരുത്തുന്നു. പണം നൽകുന്ന കാര്യത്തിൽ സർക്കാർ നിലപാടാണ് നിർണായകം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.